വൈഫ്സ് ആണെങ്കിൽ കൂടി സെലിബ്രിറ്റീസ് ആണെങ്കിൽ കൂടി എല്ലാവരും സാരി ബിസിനസ്സിന്റെ പുറകെയാണ്. കേരളത്തിൽ സാരിക്ക് ഇത്രയധികം മാർക്കറ്റ് ഉണ്ടോ? Yeah. എനിക്ക് പറയാൻ പറ്റില്ല. കുറേ ബേസിസ് സാധനം മേടിച്ചിട്ട് കറക്റ്റായിട്ട് സമയത്ത് അവർക്ക് അത് കിട്ടുന്നില്ല എന്നല്ല, അവർക്ക് കിട്ടിയ പ്രൊഡക്റ്റ് വീഡിയോ കാണിച്ച സാധനമേ അല്ല കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത സാധനം മിന്ത്രയിൽ കിടക്കുന്നു. അതിന് കോപ്പിയാണ്, പക്ഷെ അതൊക്കെ നമുക്ക് വിഷമമാവും. 1 ലക്ഷം രൂപയുടെ സാരി ആയിക്കോട്ടെ, 2 ലക്ഷം രൂപയുടെ സാരി ആയിക്കോട്ടെ, 5000 രൂപയുടെ സാരി ആയിക്കോട്ടെ, 1000 രൂപയുടെ സാരി ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ആ സാരിയുടെ ബ്ലൗസ് പോയാൽ പോകും. സാരി എടുക്കുന്നത് ഒരിക്കലും പോയിട്ട് മറ്റു സാരിയോ 5 രൂപ ഒന്നും എടുത്തിട്ട് ആദ്യം തന്നെ എടുത്തുകൊടുക്കരുത്. ഒരു സെലിബ്രിറ്റി ഒരു സാരി എടുത്തു അല്ലെങ്കിൽ ഒരാൾ ഇത് ഇട്ടു നോക്കുന്നത് നമ്മുടെ ബോഡിക്ക് എന്താണ് ചെയ്യുന്നത് ആ ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യുക. അല്ലാണ്ട് ഒരാൾ ട്രെൻഡ് ഫോളോ ആക്കി നോക്കുന്നത് അതിന്റെ പിന്നാലെ ഒരിക്കലും പോകല്ല. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന് സാരി എടുത്ത് കണ്ടിട്ട് വെറുതെ മേടിച്ചു, ദൈവത്തെ കണ്ടത് വെറുതെ മേടിച്ചു വെക്കുന്നവരുണ്ട്, നമുക്ക് കണ്ടിട്ട് കൊതിയായിട്ട് മേടിച്ചു വെക്കുന്ന ആൾക്കാർ അറിയത്തുമില്ല. അപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെയായിരിക്കും നല്ലത്, ഏതായിരിക്കും നല്ലത് ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കൂടെ വേണ്ടി ഡെഫിനറ്റ്ലി നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഹെൽപ്ഫുൾ ആവും. ഹായ്, വെൽക്കം ടു സ്റ്റൈൽ ടോക്സ്. ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക് സാരിയാണ്. സാരിനെ പറ്റി എൻ്റെ കൂടെ ഇന്ന് സംസാരിക്കാനുള്ളത് സോനയാണ്. സോന ഫ്രം സരിക്. ഹായ് സോന. ഹായ്, വെൽക്കം ടു ദി ഷോ സ്റ്റൈൽ ടോക്സ് വിത്ത് സ്റ്റൈലവേര. ഇന്ന് ഞാൻ ഈ ഒരു സാരീനെ പറ്റിയുള്ളൊരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പേര് സരിക്ക് തന്നെയാണ്. സ്റ്റൈലവേര ആദ്യമായിട്ടൊരു സാരി സീരീസ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ സരിക്കുമായിട്ടായിരുന്നു കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സാരീനെ പറ്റിയിട്ട് ദ ഫസ്റ്റ് ബിഗിനിങ് നമുക്ക് സംസാരിക്കാൻ ഞാൻ സോനയെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ സോന, വെൽക്കം ടു ദ ഷോ. അപ്പോൾ കുറേ ഉണ്ട് നമുക്ക് സംസാരിക്കാൻ. നമുക്ക് കുറേ കാര്യങ്ങൾ സാരീനെ പറ്റി പറയാനുണ്ട്, സാരീനെ പറ്റിയുള്ള സ്റ്റൈലിങ്ങിനെ പറ്റി പറയാനുണ്ട്, അതുപോലെ തന്നെ പുതിയ ഇപ്പോഴത്തെ ഓൺലൈൻ സ്റ്റോഴ്സിനെ പറ്റി പറയാനുണ്ട്. യെസ്, എങ്ങനെയാണ് ഒരു സാരി ഓൺലൈൻ ഷോപ്പിലേക്ക് വന്നത്? എങ്ങനെയാണ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് മൈൻഡിലേക്ക് വന്നത്? ആദ്യം ഞാൻ വർക്കിംഗ് ആയിരുന്നു. ദെൻ അതിനുശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇപ്പം പുറമെ ഒത്തിരി ആൾക്കാർ സാരി ഉടുത്തൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മൈൻഡിലിങ്ങനെ വരും, ഇങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, അങ്ങനെ മൈൻഡിലിങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ ചിലപ്പോൾ വരയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ തന്നെ ഓക്കെ എന്തുകൊണ്ട് എനിക്കിത് തുടങ്ങിക്കൂടാ, അങ്ങനെ ഒരു പ്ലാനിൽ ജസ്റ്റ് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് സാരിക്ക് വന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും എത്രയധികം ഓൺലൈൻ സാരി ബുട്ടീക്സ്, അതായത് ഡേ ബൈ ഡേ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹൗസ് വൈഫ്സ് ആണെങ്കിൽ കൂടി സെലിബ്രിറ്റീസ് ആണെങ്കിൽ കൂടി എല്ലാവരും സാരി ബിസിനസ്സിന്റെ പുറകെയാണ്. ശരിക്കും കേരളത്തിൽ സാരിക്ക് ഇത്രയധികം മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. ശരിക്കും തീർച്ചയായിട്ടും, കാരണം പഴയ പോലെയല്ല, ഇപ്പം കുറച്ചും കൂടെ സാരിക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ ഓൺലൈൻ ത്രൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന അതാണ്. കാരണം ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് സാരിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി സാരിക്ക് എത്ര ആൾക്കാരുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു 2 years ആയിട്ടായിരിക്കും അല്ലേ ഇത്രയധികം ആൾക്കാർ സാരിയിലേക്ക്, അല്ലേ? ജെൻസീസിന്റെ ഇടയ്ക്ക് സാരി ഇത്രയും പോപ്പുലർ ആയിട്ട് നോർമൽ വെയർ പോലെ എല്ലാവരും സാരി വാങ്ങുന്നു, അല്ലേ? അത് ഈ ഓൺലൈൻ ഈ ഷോപ്സിന്റെ എണ്ണം നമുക്ക് എടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. എങ്ങനെയാണ് ജെൻസീസിന്റെ ഇടയ്ക്ക് ഈ സാരി സ്റ്റൈലിങ്ങിനെ പറ്റി പറയാനുള്ള? അവരേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അവരുടെ പ്രത്യേകത സ്റ്റൈലിംഗ് ആണ്. ഒത്തിരി വ്യത്യാസമുണ്ട്. അവരിപ്പോൾ ബ്ലൗസിന് വരുന്ന മാറ്റങ്ങള്, സാരിയുടെ കളറുകള്, പാറ്റേൺ എല്ലാം അവർ ശ്രദ്ധിച്ച് തന്നെയാണ് സാരി എടുക്കുന്നത് തന്നെ. അപ്പം ഓരോ ഫംഗ്ഷനും കോഫി ഡേറ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല പല ഡേറ്റുകൾ അവർ വെച്ചിരിക്കുന്നത്. അതിനൊക്കെ ഒരു സാരിയാണ് കൂടുതൽ. ഇപ്പൊ ബർത്ത്ഡേക്ക് ചിലർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബോയ് ഫ്രണ്ട് ടു ഗേൾ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അതൊക്കെ 20-21 ഏജ് ഒക്കെ ഉള്ളവരുണ്ടാവുള്ളൂ. പക്ഷെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സാരിയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ. അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ ആയിരിക്കും ബേബി സാരിയൊക്കെ ആദ്യം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ അതെല്ലാം മാറി. അത് സേവ് ദ ഡേറ്റിനൊക്കെ സാരി ആയിരുന്നു യൂസ് ചെയ്തത്. അത് പിന്നെ പതുക്കെ വന്ന് എല്ലായിടത്തേക്കും ഇപ്പൊ സാരി നോർമലായി. അതെ. ഇപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഗാർമെന്റ്സ് ഇപ്പം ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് മൽക്കോട്ടൺ, അല്ലെ? ഈ ഒരു റീസെന്റ് ഒരു മൽക്കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. മൽക്കോട്ടൺ സാരീസ് ഭയങ്കര ട്രെൻഡാണ്. ഒന്നാമത്തെ കാര്യം, അതിന് കുറേ ഡിസൈൻസ് കുറേ കളറിൽ അത് അവൈലബിൾ ആണ്. പിന്നെ പ്രൈസും റീസണബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ മൽക്കോട്ടൺ സാരീസ് പ്രിഫർ ചെയ്യാറുണ്ട്. പിന്നെ അതൊരു ബേബിനെ പോലെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട്,
അത് 1 or 2 ടൈംസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അല്ലെങ്കിൽ അതുപോലെ കെയർ ചെയ്ത് കൊണ്ടു കൊടുക്കേണ്ട സാരിയാണ് മൽക്കോട്ടൺ. അതിന് ഓപ്ഷൻസ് ഇഷ്ടം പോലെയുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ അത് മേടിക്കാനുള്ള കാരണം അത് ഇടാനുള്ള കംഫർട്ടാണ്, ഭയങ്കര കംഫർട്ടാണ്. ഇപ്പോൾ നമുക്ക് സമ്മർ വരുവാണ്, സാരി പ്രിഫർ ചെയ്യാനുള്ളവർക്കാണെങ്കിലും നമുക്ക് മൽക്കോട്ടൺ സാരീസ് ആണെങ്കിൽ ഭയങ്കര കംഫർട്ടായിരിക്കും. കോട്ടൺ ഈ മൽക്കോട്ടൺ എങ്ങനെയാണത് ശരിക്കും ഈ സെക്യൂരൊക്കെ വെക്കേണ്ടത് എങ്ങനെയാണ്? അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ ആ സാരി ഇരിക്കണമെങ്കിൽ എങ്ങനെ അതിനെ കംഫർട്ടായിട്ട് വെക്കും? അതെടുത്തിട്ട് അലക്കാണ്ടൊക്കെ ഇരിക്കുമോ? ചിലർക്കാണെങ്കിൽ സോപ്പൊക്കെ ഇട്ട് അഴിച്ച് അലക്കാണ്ടിരിക്കുക. മാക്സിമം നമ്മൾ ഷാമ്പു വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഫസ്റ്റ് ടൈം എടുത്തെന്ന് ഓർത്തുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല. സാരീസ് മാക്സിമം അങ്ങനെ പോയിട്ട് കഴുകാണ്ടിരിക്കുക. നന്നായിട്ട് 1-2 പ്രാവശ്യം വെയിലത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് എടുത്ത് വെക്കുക. അതൊക്കെ തന്നെയാണ് അതിനെ കെയർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ, മൽക്കോട്ടൺ പ്രത്യേകിച്ച്. ഈ മൽക്കോട്ടണിൽ തന്നെ ഈ ബ്ലൗസിൻ്റെ മാച്ചിങ് ബ്ലൗസ് പല ടൈപ്പ് ബ്ലൗസ് ഡിസൈൻസും ഒക്കെ മാച്ച് ചെയ്തിട്ടൊക്കെ മൽക്കോട്ടണിനകത്ത് വരുന്നുണ്ട്. ശരിക്കും ഈ മൽക്കോട്ടൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗാർമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എന്താണ് മൽക്കോട്ടൺ എന്ന് പറയുമ്പോൾ കോട്ടൻ്റെ തന്നെയാണ്. അതത്രയും അവരെന്തോ നെയ്യുന്നത് തന്നെ അത്ര ഭയങ്കര ഇത്ര 120 കൗണ്ടിൽ എന്തോ മെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അത്ര സോഫ്റ്റായിട്ട് വരുന്നത്. അത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കീറിപ്പോകും സാധനം. അപ്പം അതാണ് സംഭവം. ഒരു ഇൻ്റർവ്യൂവിൽ അനശ്വര രാജൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ബാക്കിൽ ഞാൻ കണ്ടതാണ്. ഇടയ്ക്ക് ഭയങ്കര ഡള്ളായിരിക്കുന്ന സമയത്ത് ഒരു സാരിയൊക്കെ എടുത്ത് ചുമ്മാ വന്ന് വെറുതെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തേക്കൊക്കെ പോയാൽ വെറുതെ ഒരു എനർജി എവിടെ നിന്നെങ്കിലും കിട്ടുന്നത്. ഒരു സാരീനെ പറ്റി പറയുമ്പം ആളുകൾ പെട്ടെന്നൊരു ഒരു എനർജറ്റിക് ആവാനോ ഒരു പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത് സാരീസിനാണ്. അപ്പം യൂത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സരിക്കിൻ്റെ അടുത്ത് നിന്ന് യൂത്താണോ ഏത് കൈൻഡ് ഓഫ് ഏജിലുള്ള ആളുകളാണ് കൂടുതലും സരിക്കിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങുന്നത്? സാരിക്കിൻ്റെ പ്രൊഡക്ട്സ് കൂടുതലും മേടിക്കുന്നത് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നവരാണ്. കുറച്ച് ഏജായ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി കടയിൽ പോയിട്ട് അവരെ മെറ്റീരിയലൊക്കെ നോക്കി അവർ കുറച്ച് സിൽക്ക് ടൈപ്പ്, കുറച്ച് കോട്ടൺ അങ്ങനത്തെയാണ്. ഇപ്പം ഞാൻ കൂടുതലും എടുക്കുന്നത് എൻ്റെ ഓൺ ഡിസൈൻസ് ആയിരിക്കും, മൽക്കോട്ടൺ സാരീസ് ആയിരിക്കും. അത് കൂടുതലും യൂസ് ചെയ്യുന്നത് യൂത്താണ്. സോ അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലും യൂത്ത് ആയിരിക്കും. ഇപ്പം അതിൽ ചെക്ക് സാരീസ് കുറേ ചെക്സ് ഒരുപാട് ചെക്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ വൺ ബ്ലൗസ് സോ മെനി കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രെൻഡിനെ പറ്റിയിട്ട് അതിന് അങ്ങനത്തെ ഒരു സ്റ്റൈലിങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? ചെക്ക് സാരി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ പോകുന്ന ചെക്സ് ഉണ്ടാവും, ഒരു കളർ തന്നെ പോകുന്ന ചെക്സ് ഉണ്ടാവും. ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ചെക്സ് ആകുമ്പോൾ നമുക്ക് ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ തന്നെ പല സാരിയുടെ കൂടെ നമുക്കത് വെയർ ചെയ്യാൻ പറ്റും. ചെക്സ് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഒരു ഭയങ്കര ബോൾഡ് ലുക്ക് കൊടുക്കുന്ന ഒരു സാരി തന്നെയാണ് ചെക്ക് സാരി എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും കറൻ്റ്ലി ട്രെൻഡായിട്ട് പോകുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ചെക്സ് ഭയങ്കര ട്രെൻഡ്. ഞാൻ ഇട്ടിട്ട് ഒരെണ്ണം ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു ചെക്സ് ഇടയ്ക്കിട്ട് സാരിക്കിൽ ഇട്ടിട്ട്. അപ്പോൾ ചെക്സിൻ്റെ എൻക്വയറീസ് ഭയങ്കര കൂടുതലാണ്. ചെക്ക് സാരി ഉണ്ടോ, ചെക്ക് സാരി ഉണ്ടോ. ഓക്കെ ഓക്കെ. അത് എല്ലാ ഒക്കേഷനും എനിക്ക് തോന്നുന്നു എല്ലാത്തിനും, ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒരു കാഷ്വൽ ഡേറ്റിംഗിനാണെങ്കിലും എല്ലാത്തിനും ചെക്സ് യൂസ് ചെയ്യാം. അത് ട്രഡീഷണൽ ടൈപ്പ് ചെക്സും ഉണ്ട് കേട്ടോ. കുറച്ച് അമ്പലം വൈബിലേക്കൊക്കെ പോകണമെങ്കിൽ നോർമൽ സ്മോൾ ചെക്സ് അല്ല, ഒരു ഗോൾഡൻ സെറിയൊക്കെ വന്നിട്ട് ട്രഡീഷണൽ പട്ട് സാരിയുടെ പോലെ തന്നെ മൽക്കോട്ടണിൽ ചെക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു അമ്പലത്തിൽ പോകണമെങ്കിൽ നമുക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ അത് വെയർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് കല്യാണി കോട്ടണിലാണെന്ന് തോന്നുന്നല്ലേ അങ്ങനത്തെ ചെക്സ് കൂടുതലും വരുന്നത്? ഇത് കല്യാണി ചെക്സ് അതൊരു ഒരിടയ്ക്ക് അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതെ, ഇപ്പൊ പിന്നെയും അത് മൽക്കോട്ടണിലേക്ക് ചെക്സും വരും. സാരീസ് ഇങ്ങനെ മാറി 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 വരും. ഒരിടയ്ക്ക് മൽക്കോട്ടനാവാം, പിന്നെ കല്യാണി കോട്ടനാവാം, മൊഡാലാവാം, അങ്ങനെ മാറി 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 വരും. മൊഡാളിനെ പറ്റി പറയാമോ? അതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നാണ് മൊഡാൽ സിൽക്സ് എന്ന് പറഞ്ഞൊരു സംഭവം. അതെ, മൊഡാലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കംഫർട്ടാണ് വെയർ ചെയ്യാൻ, ഭയങ്കര തണുപ്പുള്ള മെറ്റീരിയലാണ്. ഇപ്പം നമുക്കിനിപ്പോൾ ഈ മൽക്കോട്ടൺ പോലെ തന്നെ തണുപ്പുള്ള ടൈം സമ്മർ സീസണിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നത് മൊഡാലായിരിക്കും. ഭയങ്കര കംഫർട്ടാണ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഉടുക്കുമ്പോഴുള്ള നല്ല ഫിഗറോട്, ഇപ്പോൾ സാരി കൊടുക്കും നല്ല ഫിഗർ, എങ്ങനെ നമ്മളെ സുന്ദരികളാക്കുക അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ഭംഗി വരാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ചുമ്മാ വലിച്ചു വാരി അങ്ങനെ ഒന്നും നോക്കത്തില്ല. ഇപ്പം എല്ലാത്തിലും അവർ ശ്രദ്ധിച്ച് മാത്രമാണ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. അപ്പം മൊഡാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രക്ചർ അങ്ങനെ തന്നെ കാണിക്കും. സോ അതുകൊണ്ട് അത് ഇപ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രക്ചർ എല്ലാവരും കാണിക്കാനും നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരം എന്താണെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ് മൊഡാല്. അത് കഫ്താനാവാം, സാരിയാവാം, എന്താണെങ്കിലും അതൊരു പ്രത്യേക ഒരു നല്ലൊരു മെറ്റീരിയലാണ്. അത് പ്രത്യേക ഭംഗിയാണ് മൊഡാലിന്. സരിക്കിലേക്ക് വരാൻ നേരത്ത് സരിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ എസ്പെഷ്യലി നോട്ട് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റൈലിങ് ചെയ്യുന്ന ഒരിത്, സാരി ഡ്രേപ്പിംഗ് സ്റ്റൈല്. ശരിക്കും ഒരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈല് ശരിക്കും സാരി സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോൾ എത്രത്തോളം അത് രണ്ടും കൂടി എത്ര കണക്റ്റാണ് ശരിക്കും ഡ്രേപ്പിങ്ങും സാരി സ്റ്റൈലിങ്ങും തമ്മിൽ? അത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ
കുറച്ച് പേർക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ ഞാൻ കൊടുക്കുകയാണ്. ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡ്രേപ്പ് ചെയ്യേണ്ടാവും, ചിലപ്പോൾ അത് അഴിച്ചിട്ടുണ്ടാവും. പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. ഇപ്പോൾ അഴിച്ചിടേണ്ട സാരിയാണെങ്കിൽ അത് അഴിച്ചിട്ടാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഡ്രേപ്പ് ചെയ്യേണ്ട സാരിയാണെങ്കിൽ ഇത് ഡ്രേപ്പ് തന്നെ ചെയ്ത് തന്നെ ഇടണം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സ്റ്റൈലിങ്ങും അതിൻ്റെ ഒപ്പം കൊണ്ടുപോകേണ്ട സ്റ്റൈലിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില സാരിക്ക് അധികം ഓർണമെൻറ്റ്സിനൊന്നും ആവശ്യം ഉണ്ടാവില്ല, ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ സാരിയിൽ ആ ലുക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ സുങ്കടിയാണ്, ആ ബ്ലൗസിൽ ഞാൻ ആ ഒരു വ്യത്യാസം കൊണ്ടുവന്നുകൊണ്ട് എനിക്കിനി പ്രത്യേകം അതിനൊരു വേണൊരു കമ്മലിടാം, പക്ഷെ അത് ഓവറായിപ്പോൾ എല്ലാം നമ്മുടെ ഇതാണ്. അത് നമ്മളതിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നോണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര ആർഭാടുള്ള സാരിയിൽ എല്ലാം മാലയും വളയൊക്കെ വാരി ഇടുന്നതിൽ അതൊരു ഭംഗിയല്ല. സാരിയുടെ ബ്യൂട്ടിയെ ചിലപ്പോൾ സാരിയുടെ ബ്യൂട്ടിയെ പോവും. അതെനിക്ക് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ്. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അത് അറിയില്ല. ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെ ആയിരിക്കും നല്ലത്, ഏതായിരിക്കും നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൂടെ വേണ്ടി ഡെഫിനറ്റ്ലി അമൃത ഈ വീഡിയോ ഒക്കെ ഹെൽപ്ഫുൾ ആവില്ല, ഉറപ്പായിട്ടും. അതായത് ഈ സാരി നമ്മൾ മേടിക്കാൻ നേരത്തെ ഓൺലൈൻ നിങ്ങൾ സ്റ്റോഴ്സിൽ നിന്ന് മേടിക്കാൻ നേരത്തെ ആളുകൾ സ്റ്റൈലിങ്ങിനെ പറ്റിയും കൂടുതലും ചോദിക്കും. ഏത് കളറായിരിക്കും, എനിക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, ഏത് കളറാ പറ്റുക, എങ്ങനെയായിരിക്കും ചേച്ചി ഇത് സ്റ്റൈൽ ചെയ്താൽ നല്ലതായിരിക്കുക, ഇത് അഴിച്ചിടണോ, പ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ എനിക്കിത് കൂടുതലായിട്ട് എല്ലാവർക്കും കൂടെ എത്തിക്കാൻ പറ്റുമല്ലോ. അതായത് ഈ ടോൾ ആയിട്ടുള്ള ലീൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചിലർ സാരി ചുമ്മാ വെറുതെ അഴിച്ചിടും, അല്ലെങ്കിൽ ചിലർ പ്ലീറ്റ് ചെയ്യും. ശരിക്കും ടോൾ ആയിട്ടും ലീൻ ആയിട്ടുള്ളവർക്ക് എങ്ങനത്തെ കൈൻഡ് ഓഫ് സാരി സ്റ്റൈലിംഗ് ആണ് ശരിക്കും നല്ലത്, അവർക്ക് കാണാൻ ഗുഡ് ലുക്കിംഗ് ആയിട്ട് തോന്നുക? എനിക്ക് പ്ലീറ്റ് എടുത്തിരുന്ന എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അവർ നല്ല പ്ലീറ്റ് ഒക്കെ എടുത്തിട്ട് സ്ലീവ്ലെസ്സിനേക്കാളും ചെറിയ ഇവിടെ വരെ കൈയൊക്കെ വെച്ചിട്ട് അവരെടുക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. സ്ലീവ്ലെസ് ആണ് അവർക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കുന്ന സാരിയാണ് അവർക്ക് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ടോൾ ആയിട്ടുള്ള ആളുകളും അവർക്ക് ഓവറായിട്ടുള്ള നമ്മൾ വൈറ്റ് ബോർഡർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ വണ്ണം തോന്നിക്കും. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും ബോർഡർ വലുത് എടുക്കാൻ പാടില്ല, അവർക്ക് ഒന്നുകൂടെ ഒരു എന്താ പറയുക വണ്ണം ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ കളർ എടുക്കുന്ന കളറുകളും കാര്യങ്ങളെല്ലാം അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ബോർഡർ വീതിയുള്ളത് ഹൈറ്റ് കുറഞ്ഞവർ എടുക്കാൻ പാടില്ല. പിന്നെ ഹൈറ്റ് കുറഞ്ഞവർ എപ്പോഴും ഹീൽസ് യൂസ് ചെയ്യുക. ഹീൽസ് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അവർക്ക് ഹൈറ്റ് ഉള്ളവർ, എപ്പോഴും സാരി എടുക്കുമ്പോൾ ഒരു ഹൈറ്റ് ഉള്ളവർക്കായിരിക്കും, അങ്ങനെ ഞാൻ ഇതായിട്ട് പറയുമല്ല, ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഹീൽസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിക്കാറുണ്ട്. ജ്വല്ലറി സെലക്ഷൻ സാരി സ്റ്റൈലിങ്ങിലേക്ക് വരാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡിപ്പെൻസ്, അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പറ്റെങ്കിൽ ഞാൻ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള സാരി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് പോകുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കമ്മൽ, ഇനി ഡീപ്പ് നെക്കൊക്കെ ആയിട്ടുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോക്കർ, ചിലപ്പം അത് റിങ് ആവാം, റിങ്ങിൽ കൊണ്ടുവരാം. അത് ബാംഗിൾസ് വളയിടുന്നവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ഓരോ ഇതാണ്. പക്ഷെ ഇതെല്ലാം കൂടെ വാരി ഇടണമെന്നല്ല ഉദ്ദേശിച്ച്, എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഹെവി ആക്കി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ അങ്ങനെ തന്നെ നിൽക്കും, ഓവർ ആവത്തുമില്ല, എന്നാൽ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഒരു വുമൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊരു സാരി വെയർ ചെയ്തിട്ട് പോകുന്ന കാണുമ്പോൾ നമുക്കും എനിക്ക് നമുക്കൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും, നന്നായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി തോന്നും. എങ്ങനെയാണ് ഈ ആ ഒരു സാരിയും കോൺഫിഡൻസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ സോനയ്ക്ക് എങ്ങനെ തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് പ്രൗഡാണ് തോന്നാറ്. ആസ് എ വിമൻ എന്ന രീതിയിൽ ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു 5-6 ഇപ്പോൾ ജീൻസിന് ഇടുന്നവരെ ഞാൻ കുറ്റം അങ്ങനെ ആയിട്ട് പറയല്ലോ ഒരിക്കലും. ആ കൂട്ടത്തിൽ ഒരാൾ സാരി എടുക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ആരെ നോക്കുക? സാരി എടുത്ത ആളെ നോക്കും. അതിനൊരു പ്രത്യേക ഭംഗിയാണ്, അത് നമ്മുടെ കൾച്ചറാണ് ആക്ച്വലി നമ്മളവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതൊരു കോൺഫിഡൻ്റ് ആണ്. സാരി എന്ന് പറയുന്നത് തന്നെ ഒരു കോൺഫിഡൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായി നോക്കുന്നവരെ പെമ്പിള്ളേരാണെന്ന് പറഞ്ഞ് വളരെ കറക്റ്റാണ്. വർഷയുടെ ഒരു ഇന്റർവ്യൂ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ അണിഞ്ഞൊരുക്കി പോകുന്നത് ആൺപിള്ളേരെ കാണിക്കാറല്ല, ഡെഫിനറ്റ്ലി അത് പെമ്പിള്ളേരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ എന്താ പറയുക, അങ്ങനെയൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു വാവ്, ഭയങ്കര ആ ലുക്ക് കൊടുക്കുന്ന അങ്ങനെ തന്നെയേ പറയാനുള്ളൂ. ചിലർ പറയും സാരി കൊടുക്കുമ്പോൾ ഒട്ടും കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യില്ല, ഇത് അഴിഞ്ഞു പോവോ. അത് ഈ റെഡി ടു വെയർ സാരീസ് ഒക്കെ ഇപ്പം വരുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ റെഡി ടു വെയർ സാരീസ് ഇപ്പം ഭയങ്കരമായിട്ട് അവൈലബിൾ ആണല്ലോ. ആ ഒരു റെഡി ടു വെയർ സാരിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ സോനിക്ക് പറയാം? എനിക്ക് റെഡി ടു വെയറിനോട് താല്പര്യം. ഇപ്പം എൻ്റെ പേജിൽ വേണമെങ്കിൽ എനിക്ക് റെഡി ടു വെയർ ഇറക്കാം, പക്ഷേ ബിസിനസ് രീതിയിൽ അത് എനിക്ക് ഇറക്കിയിട്ട് കുറേ വിൽക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾ. കാരണം എപ്പോഴും ഭംഗി അത് അല്ലാണ്ട് തന്നെ ഉടുക്കുന്നതാണ് എപ്പോഴും
ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റെഡി ടു വെയറിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന അല്ലാണ്ട് ഉടുക്കുന്നത് തന്നെ സാരിക്കാണ്. എനിക്ക് ചിലവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഉടുക്കാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ക്ലയൻസ് ഒക്കെ അവർക്ക് അത് അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ സാരി ഉടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ റെഡി ടു വെയർ ഈസ് ഓക്കെ. ഇന്റർനാഷണൽ ക്ലയൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് US-ൽ. അപ്പം ആളിങ്ങനെ എപ്പോഴും പറയും എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സാരി ബിസിനസ് ചെയ്യും കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര മാർക്കറ്റാണ് അതിനത്. ശരിക്കും ഇന്റർനാഷണൽ ക്ലയൻസും സാരി എസ്പെഷ്യലി നമ്മുടെ കേരള സ്റ്റൈൽ സാരീസിനെ ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. സോനയ്ക്കും ഉണ്ടാവും എന്ന് എനിക്ക് അറിയാം. ഇന്റർനാഷണൽ ക്ലയൻസ് എങ്ങനെയാണ് അതും പറയാനുള്ളത്? എനിക്ക് ഓണത്തിന്റെ സമയമൊക്കെ ഇന്റർനാഷണൽ ക്ലയൻസിന്റെ കളിയാണ്. അവര് മേടിച്ചോട്ട് പോകുന്നുണ്ടല്ലോ, ബൾക്കായിട്ട് അവർ പർച്ചേസ് ചെയ്യാം. അവര് ചിലപ്പോൾ 1 ഇയറിലൊക്കെ മേടിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം ഷിപ്പിംഗ് ചാർജിന്റെ ഇഷ്യൂസ് കാരണം നാട്ടിൽ വരുമ്പോഴേക്കായിരിക്കും അവർ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ അവൈലബിലിറ്റി അറിയാമല്ലോ, ഇവിടുത്തെ പോലെ അവൈലബിൾ അങ്ങനെ പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ആൾക്കാർ കൊണ്ട് അവർ പല ഒക്കേഷൻ നമ്മളോർക്കും അവർ കോട്ടും സ്യൂട്ടും ജീൻസൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഒരിക്കലും അല്ല, അവരവിടെ ഒക്കേഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സാരി എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ എൻ്റെ ക്ലയൻറ്റോട് ഞാൻ അവർ പറഞ്ഞത് നമ്മുടെ കൾച്ചർ അവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സാരി കൊടുക്കുമ്പോൾ അവർ നമ്മളെപ്പോഴും നമുക്കൊരു അറ്റൻഷൻ വേണം അല്ലേ. നമ്മൾ എന്തിനാ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നത്? ഒരു 4 ആൾക്കാരുള്ള അടുത്ത് പെണ്ണുങ്ങൾ എങ്ങനെ ഒരുങ്ങി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിനു പറയണേ, ഫോർട്ട് കൊച്ചിയിൽ ഒരു സാരി ഉടുത്തിട്ടൊന്ന് പോയി നിന്ന് നോക്കിക്കുക. ഷൂട്ടിങ്ങിനായിട്ട് ഞങ്ങളുടെ ജാരിക്കിൻ്റെ ക്രിസ്മസ് ഷൂട്ടിങ്ങിനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ യൂറോപ്യൻസ് ലൈക്ക് അവർ വന്നു കഴിഞ്ഞിട്ട് വാവ് യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. മലയാളികൾ പറയുന്നില്ല, പക്ഷെ അവർ പറയുന്നുണ്ട്. കാരണം അവർക്ക് നമ്മുടെ കൾച്ചറും നമ്മൾ സാരി ഉടുത്ത് കാണുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഉള്ള NRIs, ഇവിടുത്തെ നമ്മുടെ മലയാളി ഇന്റർനാഷണൽ ക്ലയൻസ് എല്ലാം ഒത്തിരി ആൾക്കാർ സാരി കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ബോഡി ലാംഗ്വേജിനനുസരിച്ച് സാരി സെലക്ട് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതിന് എന്തെങ്കിലും ഒരു ടിപ്സ് പറയാനുണ്ടോ? പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആള് ഹൈറ്റ് കുറവാണ്. ഓക്കെ, ഉടുത്തിരിക്കുന്നത് ലിനൻ സാരി, ഭയങ്കര വലിയ ചെക്കിലുള്ള ലിനൻ സാരി. അത് ഉടുത്തപ്പോഴേക്കും അവൾ ഒന്നും കൂടെ ഭയങ്കരമായിട്ട് വണ്ണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവളുടെ ബോഡി ലാംഗ്വേജിന് അത് പറ്റത്തേ ഇല്ല. ഓക്കെ, ഏറ്റവും പറ്റുന്ന സ്ട്രൈപ്പിൽ വന്നിട്ടുള്ള മൊഡാലൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമുക്ക് ഓരോ സാരിക്കും ഇപ്പം അതിന്റെ കളറുകളാവാം, അതിന്റെ ഡിസൈൻ ആവാം, മെറ്റീരിയൽ ആവാം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് വീതി കൂടിയ ബോർഡർ ഉള്ളിടത്ത് ഹൈറ്റ് കുറഞ്ഞവർക്ക് പറ്റത്തില്ല, അത് അവരുടെ ബോഡി ലാംഗ്വേജിനെ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജിന് ഏത് സാരിയാണോ പോകുന്നത് അത് മാക്സിമം സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം കോളേജ് ഗേൾസ് ആണെങ്കിലും ആദ്യമായിട്ട് സാരി ഉടുക്കുന്ന ആളുകളാണെങ്കിലും ഫസ്റ്റ് ടൈം സാരി ഉടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്തായിരിക്കും? അവർ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഫസ്റ്റ് ടൈം സാരി ഉടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ. അപ്പം ഏറ്റവും ഒരിക്കലും പോയിട്ട് പട്ടുസാരിയോ കാഞ്ചീപുരമോ ഒന്നും എടുത്തിട്ട് ആദ്യം തന്നെ എടുക്കരുത്. അത് ഒരു ഹോൾഡ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായി പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് എടുക്കാൻ നോക്കുക. ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് സാരീസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അതെടുത്ത് അറിയുന്ന ഒരാളെ കൊണ്ട് പ്ലീറ്റ് എടുത്ത് ഉടുത്ത് വൃത്തിക്ക് തന്നെ പോവുക, കംഫർട്ടായ രീതിയിൽ തന്നെ പോവുക. ഞാൻ പറയുവാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് എടുക്കാനായിട്ടേ പറയുള്ളൂ. ഒരിക്കലും പോയിട്ട് കാഞ്ചീപുരത്തിലൊന്നും പോയി കൈ വെച്ചാൽ ആദ്യം തന്നെ കൈവച്ച സാരിയോടുള്ള ചിലർ പറയും അത് അങ്ങനെ എനിക്കറിയാം കേട്ടോ. ആദ്യമായിട്ട് സാരി ഉടുക്കുമ്പം ഈ പറഞ്ഞ പോലെ അമ്മയുടെ പഴയ ഹെവി ആയിട്ടുള്ള സാരിയൊക്കെ എടുത്തിട്ട് ക്യാരി ചെയ്യാൻ അറിയാതെ ഇനി സാരി ഞാൻ ഉടുക്കുകയേ ഇല്ല എന്ന് പറയും. അത് ഈ പറഞ്ഞ പോലെ കറക്റ്റാണ് അത്. അപ്പം ലൈറ്റ് വെയിറ്റ് സാരീസ് ആണ് എപ്പോഴും നല്ലത്. ഉടുത്ത് പഠിച്ച് പിന്നെ നമുക്ക് ചെയ്യാമല്ലോ, അത് കഞ്ചൂരിലേക്ക് കയറാൻ പറ്റും. ഇപ്പൊ ഒരു സായി പല്ലവി ഈ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഞാൻ പറയുന്ന കേട്ടത് ആളുടെ ഗ്രാൻഡ് മദറിന്റെ സാരി ഭയങ്കര ഇമോഷണലി കണക്ട് ആണ് എന്ന് പറയുന്നത്. അതായത് സാരീനെ പറ്റി പറയുമ്പോൾ ഓരോരുത്തർക്കും പറയും പല കഥകളുണ്ടാവും. എനിക്ക് തോന്നുന്നു സോന ഇതിലേക്ക് വരുമ്പോൾ സോനേനെയും എവിടെയെങ്കിലും ഹുക്ക് എലമെന്റ് മേ ബി എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവുമായിരിക്കുമല്ലോ ഇതിലേക്ക് വരുമ്പോൾ. ഞാനിതുപോലെ തന്നെ വല്യമ്മയുടെ സാരിയൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ടീച്ചറും മറ്റേ കുട്ടികളും ടീച്ചറും മറ്റേ കളിയൊക്കെ കളിക്കില്ല, ചെറുപ്പത്തിലെ കളിക്കില്ലേ. അപ്പൊ സാരി ഉടുക്കാനൊക്കെ ആയിട്ട് അവരുടെ സാരീസ് എടുത്ത് യൂസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ അതിനോടൊരു പ്രണയം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് വന്നു, പിന്നെ കോളേജ് കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അവിടെയും നമുക്ക് പല പരിപാടിക്ക് സാരി ഉടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് തന്നെ അറിയാലോ, അത് ഭയങ്കര വിവരിക്കാനാവാത്ത അത്ര ഭംഗിയാണ് അല്ലേ. അപ്പം അതിൻ്റെ കൂടെ ഒരു സാരിയും കൂടെ പോകുമ്പോൾ അത് പ്രത്യേകം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അതിനോട് ഇഷ്ടപ്പെടുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പല ആൾക്കാരും പല ക്ലയൻറ്റ്സ് എൻ്റെ അടുത്തുണ്ടല്ലോ,
ഇപ്പം ഞാൻ സാരി കൊടുത്താലും നമ്മുടെ മോഡൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ സാരി കൊടുത്ത് കണ്ടിട്ട് വെറുതെ മേടിച്ചു, ദൈവത്തെ ആണെങ്കിലും വെറുതെ മേടിച്ചു വെക്കുന്നവരുണ്ട്. നാം ഇത് കണ്ടിട്ട് കൊതിയായിട്ട് മേടിച്ചു വെക്കുന്നതാണ്, എന്നാൽ ഉടുക്കാനായിട്ട് അറിയത്തുമില്ല, അത് മേടിച്ചു വെക്കുന്നവരുണ്ട്. ഉടുക്കാൻ ഒക്കേഷൻ ഉണ്ടെങ്കിൽ എന്നാലും ചുമ്മാ ഒരു രസത്തിനൊന്നും മേടിച്ചു വെക്കുന്നവരുണ്ട്. അപ്പൊ സാരിക്ക് ഓരോരുത്തർക്കും ഓരോ കഥകളായിരിക്കും പറയാനുള്ളത്. അവർക്ക് കണക്ട് ഇപ്പൊ അമൃതയ്ക്ക് കണക്ഷൻ കിട്ടുന്ന അമ്മയുടെ സാരിയാണ്. നമ്മൾ ആദ്യം ഉടുത്ത് പഠിച്ചു വരുന്നത് അതാണല്ലോ. എനിക്ക് പപ്പയുടെ അമ്മയുടെ സാരി അങ്ങനെ പണ്ട് ഒഴുക്കൻ പോലത്തെ സാരി ഉണ്ടല്ലോ, അതൊക്കെ ഉടുത്തിട്ട് ഗാർഡൻ സാരി ഒരു ഇടയ്ക്ക് ഗാർഡൻ സാരീസ് ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലോറൽ സാരീസ് ഇല്ലേ? ആ ഫ്ലോറൽ സാരീസ് ഭയങ്കര, അതായത് ഒരു സമയത്ത് ഫ്ലോറൽ സാരീസിന്റെ സ്റ്റൈലിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കുറെ അനുപമ പരമേശ്വരൻ അങ്ങനെ കുറച്ച് സമാന്തയുടെ ഒക്കെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, അതിലൊക്കെ ഈ ഫ്ലോറൽ സാരീസ് സ്റ്റൈൽ ചെയ്ത് അതൊരു ട്രെൻഡായിരുന്നു ഒരിടയ്ക്ക്. ഈ വൈറ്റിൽ ഒരു ലാവൻഡർ കളർ ഫ്ലോറൽ അതൊക്കെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ സാരീസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് ഓരോരുത്തർ. പിന്നെ എല്ലാവരും ട്രെൻഡ് ഫോളോ ചെയ്യുന്നത് ഓരോ സെലിബ്രിറ്റീസ് ഇട്ട് കണ്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരോടും ഒരു അഡ്വൈസ് പറയാനുള്ളത് വെച്ചാൽ, ഒരു സെലിബ്രിറ്റി ഒരു സാരി ഉടുത്തു അല്ലെങ്കിൽ ഒരാൾ ഇത് ഇട്ടു എന്നോർത്തുകൊണ്ട് നമ്മുടെ ബോഡിക്ക് എന്താണോ ചേരുന്നത് ആ ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യുക. അല്ലാണ്ട് ഒരാൾ ട്രെൻഡ് ഫോളോ ആക്കി എന്നോർത്തുകൊണ്ട് അതിന്റെ പിന്നാലെ ഒരിക്കലും പോകല്ലേ. ഒരാൾ ഇടുന്ന ഇപ്പൊ ഞാൻ ഇടുന്നെന്ന് ഓർത്തുകൊണ്ട് വേറെ ആൾക്ക് അതൊരു ഭംഗിയാവണമെന്ന് ഒരിക്കലും ഇല്ല. അപ്പൊ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ്. ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ലൈക്ക് എല്ലാവരും ഇപ്പം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ടല്ലേ. അപ്പോൾ ചേച്ചി എനിക്ക് അത് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണ് ആദ്യം നമ്മൾ നമ്മുടെ ശരീരത്തെ അറിയാം, നമ്മുടെ ബോഡീനെ അറിയാം. നമുക്കത് എന്താണോ പോകുന്നത് അത് ഫോളോ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് വേറെ ഒരാളെ ഫോളോ ചെയ്യാണ്ടിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സ്റ്റൈലിംഗ് ഒക്കെ എടുക്കാം, ബ്ലൗസ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ സാരി കളറ് അതെല്ലാം നമ്മുടെ ബോഡിക്ക് ഏതാ മാച്ച് ആവുന്ന അത് ഇടുക. ഓൺലൈൻ സ്കാംസ് ചിലർ ഇതുപോലെ തന്നെ ഈ ഷോപ്സ് നടത്തുന്ന ആളുകൾ ഇൻസ്റ്റഗ്രാമിലിടുന്ന ചില സാരീസ് കസ്റ്റമേഴ്സ് വാങ്ങാൻ നേരത്ത് അതല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്, അങ്ങനത്തെ ഒരുപാട് സ്കാംസും പേര് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല, ഒരുപാട് പേര് അങ്ങനത്തെ നെഗറ്റീവ് കമൻസുകൾ ഒരുപാട് പേര് വരും. അപ്പോൾ അതിനൊക്കെ അത് ഭയങ്കര ഇതാണ് കേട്ടോ. നമുക്ക് കുറേ കസ്റ്റമേഴ്സ് പേജസ് എനിക്ക് പറയാൻ പറ്റില്ല, കുറേ പേജസ് സാധനം മേടിച്ചിട്ട് കറക്റ്റായിട്ട് സമയത്ത് അവർക്ക് അത് കിട്ടുന്നില്ല എന്നല്ല, അവർക്ക് കിട്ടിയ പ്രൊഡക്റ്റ് വീഡിയോ കാണിച്ച സാധനമേ അല്ല വരുമ്പോൾ കാണുന്നത്. റീസെന്റ് കുറച്ചധികം ഫേമസ് ആയിട്ടുള്ള ഒരു ടീം ഇതേപോലെ ചെയ്തത് ഇങ്ങനെ ഒരുപാട്, അത് ഒരാളല്ല ഒരുപാട് ആളുകൾ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നതിന്റെ കമന്റ്സ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അവര് സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നതല്ല നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നത്. അത് ഒത്തിരി കംപ്ലൈൻറ്റ്സ് അത് നമ്മുടെ പേജിനെ ആദ്യമൊക്കെ ഗ്രോ ചെയ്യും, പിന്നെ നമുക്കത് താഴത്തേക്ക് പോകാനായിട്ട് പോകും, അത് ഉറപ്പായിട്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് എന്താ അങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒത്തിരി പേരെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്ഥലത്തുനിന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ ഫസ്റ്റ് ടൈം മേടിക്കുന്ന ആൾക്കാർക്ക് പേടിയാണ്, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, മനസ്സിലായില്ല. അപ്പം ഞാൻ അപ്പം തന്നെ ഫോട്ടോയും വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്, ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ സ്റ്റോക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് അയച്ചു കൊടുക്കാൻ. അങ്ങനെ ചെയ്യേണ്ട പോലും ആവശ്യമില്ല. പിന്നെ ആ ഒരു ക്ലയൻസിന് നമ്മൾ വെറുതെ ഇതാക്കണ്ടല്ലോ, അവർക്ക് ട്രസ്റ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ അതങ്ങനെ കാണിച്ചിട്ട് കൊടുക്കാറുണ്ട്. പ്രീവിയസ് എന്തെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും, കിട്ടിയിട്ടുണ്ടാവും ആളുകൾക്ക്. അതുകൊണ്ട് അവർക്ക് 4,000 5,000 പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചിട്ട് കിട്ടാണ്ടിരിക്കുന്നവരുണ്ട്, അവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞവരുണ്ട്, അങ്ങനെയൊക്കെ പറയാം. അവർ പൈസ ചോദിച്ചു കഴിയുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ ആണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നമാണ്. പിന്നെ DTDC ചില കസ്റ്റമേഴ്സ് നമ്മൾ DTDCക്കാർ ചിലപ്പോൾ അയക്കുമ്പോൾ ഡിലേ വരും, അപ്പോഴത്തേക്കും അവർക്ക് ടെൻഷൻ, എന്താ വരാത്ത, എന്താ ട്രാക്കിംഗ് ഐഡി അയച്ചാൽ പോലും എന്താ വരാത്ത എന്നുള്ള കംപ്ലയിൻറ്റ്സ് കുറേ വരുന്നുണ്ട്. അവർക്ക് ടെൻഷൻ കാരണം ചോദിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, പിന്നെ ഞങ്ങൾ ഓർക്കും ഓക്കെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴും അവർക്കും ഇതിന് മുന്നേ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, ബാഡായിട്ട് ഇങ്ങനത്തെ ഒരു കിട്ടാത്തതുകൊണ്ടാണ് അവർക്ക് ടെൻഷൻ കാരണം ചോദിക്കുന്നതാണ് അവർ. അപ്പോൾ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല നമുക്ക് ഒരിക്കലും. എല്ലാ സാരി ലവേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു സാരി സ്റ്റൈൽ ടിപ്പ് എന്തായിരിക്കും? ആ ഒരു ടിപ്പ് സോനയ്ക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്തായിരിക്കും? എനിക്ക് പറയാനുള്ള ടിപ്പ് ആദ്യം നമ്മൾ സാരീനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു സാരി നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ സാരി നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് മൈൻഡിൽ വെക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, ആ സാരി ഡ്രേപ്പ് ചെയ്യണോ. ഒരു സാരി കണ്ടു കഴിഞ്ഞാൽ അത് അഴിച്ചിടേണ്ട സാരിയാണ്. ഈ ഒരു സൊങ്കയുടെ സാരി നമുക്ക് ഡ്രേപ്പ് ചെയ്യുകയും ചെയ്യാം, അഴിച്ചിടുകയും ചെയ്യാം, ഡിപ്പെൻസ് ഓൺ ബ്ലൗസ് ഡിസൈൻ അനുസരിച്ച്. ഇപ്പോൾ ഇതൊരു സ്ലീവ്ലെസ് ആണ്, അപ്പോൾ നമുക്കത് ഡ്രേപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും, ഇല്ലെങ്കിലും ഭംഗിയുണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് അത് അഴിച്ചിടുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാരി, ഇപ്പം അമൃതയ്ക്ക് ഒരു സാരി കിട്ടി, ആ സാരി അമൃത ഡിസൈഡ് ചെയ്യുകയാണത് എനിക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ചിലപ്പോൾ അതിന് അഴിച്ചിടുന്നതായിരിക്കും ഭംഗി, ചിലപ്പോൾ ഡ്രേപ്പ് ചെയ്യുന്നതായിരിക്കും ഭംഗി, മനസ്സിലായില്ലേ? അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൗസ് സ്റ്റിച്ചിങ് ഈസ് പെർഫെക്റ്റ്.
ചിലപ്പോൾ ഞാൻ പറയാം 10,000-15,000 രൂപ സാരിയൊക്കെ ആയിരിക്കും ചിലർ മേടിക്കുന്നത്. എന്നിട്ട് കൊണ്ട് ആ ബ്ലൗസ് അങ്ങോട്ട് കുളമാക്കും. മനസ്സിലായില്ലേ? അത് അവരെ കുറ്റം പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാവും. ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ആം ഹോളൊക്കെ ഭയങ്കര എന്താ പറയുക ലൂസായിട്ടൊക്കെ ഇരുന്ന് ആ സാരിയുടെ ഭംഗി പോയി. നമ്മൾ എത്ര വില കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 500 രൂപയുടെ സാരി അല്ലെങ്കിൽ 1000 രൂപയുടെ സാരി മേടിച്ചു, അല്ലെങ്കിൽ 2000 രൂപയുടെ സാരി മേടിച്ചു, അതിൻ്റെ ബ്ലൗസ് അടിപൊളിയാണ്. മറ്റേത് 15,000 രൂപയുടെ സാരിയാണ്, ബ്ലൗസ് കൊള്ളത്തില്ലെങ്കിൽ അത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഏറ്റവും ഭംഗി തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് കൊടുത്ത് ഏറ്റവും നന്നായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്ന സാരിക്ക് തന്നെയായിരിക്കും. അപ്പോൾ സാരിയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാരി കിട്ടുമ്പോൾ നമ്മൾ തന്നെ മൈൻഡിൽ കണക്ക് കൂട്ടുക. പിന്നെ എനിക്ക് പിന്നെ തരാനുള്ള ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്കിൻ ടോൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കളർ ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ബ്ലൗസ് ആണെങ്കിലും സാരി ആണെങ്കിലും നമുക്ക് നമ്മളെ സുന്ദരിയെ എങ്ങനെ ആക്കാൻ പറ്റും അങ്ങനത്തെ സാരീസ് കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക. ആ കളർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാരിക്കാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ സാരി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യല്ലോ നമ്മൾ. ഇപ്പം എന്ത് ഫാക്ടറായിരുന്നു ആദ്യം ഇനിഷ്യൽ ഡേയ്സിൽ ആദ്യം നോട്ട് ചെയ്തിട്ടുണ്ട്? ട്രെൻഡായിരുന്നോ, ഡിസൈൻസ് ആയിരുന്നോ, കളറാണോ, യൂസർ ഫ്രണ്ട്ലി ആണോ, എന്തായിരുന്നു ആ ഒരു ഫാക്ടർ? എന്താണ് തിരഞ്ഞെടുക്കുമ്പം നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? നമ്മൾ ഈ ഫീൽഡിലേക്ക് ആദ്യം ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അത്ര വലിയ അവെയർ ആയിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇപ്പം എന്താ പറയുക, ആരും നമ്മളെല്ലാം പഠിച്ചിട്ടില്ലല്ലോ എല്ലാത്തിലും കയറി. നമ്മൾ ഓരോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് നമുക്ക് ഓരോന്നിലേക്ക് നമ്മൾ ചുവടെടുത്ത് വെക്കുന്നത് പറയുന്ന പോലെ. അപ്പം നമുക്ക് കുറേ ഇങ്ങനെ ഇപ്പം സാരി ഇപ്പം നമ്മൾ ആദ്യം ഓർഡർ ചെയ്തപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയും വെണ്ടറിനടുത്ത് മേടിക്കും. പല വെൻഡേഴ്സും പറ്റിച്ചിട്ട് ഒത്തിരി പറ്റിക്കാൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. പക്ഷെ 1-2 പേരുടെ അടുത്ത് എനിക്ക് ഫണ്ട് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നും പഠിച്ചു. നമ്മൾ ഓരോ ലേണിംഗ് പീരീഡ് ലൈക്ക് അതൊക്കെ ഒരു ലേണിംഗ് പീരീഡ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ ഓരോന്നായിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ പിന്നെ ആദ്യം എടുക്കുന്ന ക്വാളിറ്റി അത്ര നല്ലതായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് സാരിയെക്കുറിച്ച് അധികം അറിയില്ലാത്തതുകൊണ്ട് ആദ്യം വെൻഡറിൻ്റെ എടുത്തപ്പോൾ അവർ ഒരു അടിപൊളി ക്വാളിറ്റി എടുത്തോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വേറൊരു വെൻഡർ പിന്നെ നമ്മൾ കുറേ വെൻഡേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മളത് കമ്പയർ ചെയ്യാൻ തുടങ്ങി, സാരീസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ സാരിയേ അല്ല ആ സാരി, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്താ പറയുക, ആ ഒരു ഫാബ്രിക് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് വീണ്ടും വരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു കടയിൽ പോയി ഫുഡ് കഴിച്ചു, ആ കടയിൽ ഫുഡ് കൊള്ളത്തിൽ പിന്നെ നമ്മൾ അവിടേക്ക് കയറുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് എല്ലാ ബിസിനസ്സും. നമുക്ക് തിരിച്ചു വരുന്നൊരു ടൈം അത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന നമ്മളൊരു സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്ലയൻസ് നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു വരും. സാരിയിലേക്ക് സാരി സെലക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ആഗ്രഹമുള്ളത് നമ്മുടെ എവിടെയും കിട്ടാത്ത യൂണിക്കായിട്ടുള്ള കുറേ കളക്ഷൻസ് എടുക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഡെയിലി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. ഓൺ ഡിസൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയ മനസ്സിൽ വെച്ച് ക്രിയേറ്റീവായിട്ടുള്ള നമ്മളൊരു എവിടെയും കാണാത്ത ഡിസൈൻ കൊടുത്തൊക്കെ കിട്ടുമ്പോഴേക്കും ഒരു 25 to 1 month ഒക്കെ എടുക്കാറുണ്ട്. കൊടുത്ത് വെൻഡറിൻ്റെ അടുത്ത് പറഞ്ഞത് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് ബിസിനസ് നടക്കണം. അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, വെറൈറ്റി ആയിട്ടുള്ള മൾക്കോട്ടൺ സാരീസ് കൂടുതലും ട്രെൻഡ് ഇപ്പോൾ പോകുന്നത് മൾക്കോട്ടനായിട്ട് നമ്മൾ മൾക്കോട്ടൺ തന്നെ എടുക്കാറുണ്ട്, കോട്ടൺ സാരീസൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം നമ്മൾ കൂടുതലും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന വെച്ചാൽ അതിൻ്റെ കളറുകൾ, നല്ല ഫാബ്രിക്, ഇപ്പോഴും നല്ല സാധനം, നല്ല സർവീസ്, നല്ല മെറ്റീരിയൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഫാബ്രിക് എപ്പോഴും തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാരി ഇപ്പം സോന ഇപ്പം വേറെ ഇരിക്കുന്ന ഈ സെയിം സാരി തന്നെ വേറൊരു പേജിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. പ്രൈസ് ചിലപ്പം ഭയങ്കര ഹ്യൂജ് ഡിഫറൻസും ചിലപ്പോൾ കാണാൻ പറ്റും. സാരിക്കിൻ്റെ കാര്യമല്ല പറയുന്നത്, മനസ്സിലായി. പല പല പേജുകളിൽ നമ്മൾ ഇത് തന്നെയല്ലേ അവിടെയുള്ളത്, അങ്ങനെ നമുക്ക് പ്രൈസ് കമ്പാരിസൺ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. ചിലർ പറയും മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണത്. ഡെഫിനറ്റ്ലി മെറ്റീരിയലിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ചിലയിടത്ത് ഭയങ്കര പൈസ കുറവായിരിക്കും, ഡിസൈൻസ് മേ ബി സെയിം ആയിരിക്കും, ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഭയങ്കര കുറവാണ് നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നവർ കമ്പയർ ചെയ്ത്. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഞങ്ങൾ 100% കോൺഫിഡൻ്റ് ആണ്, കൊടുക്കുന്ന ക്വാളിറ്റി നല്ലതാണെന്നുള്ളതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ കുറവാണ്. ബട്ട് ചില സമയത്ത് അറിയാലോ, മലയാളികളാണല്ലോ, ഡെഫിനറ്റ്ലി ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ പ്രൈസ് കൂടുതലാണല്ലോ, അവിടെ പൈസ കുറവാണല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് സാരിയോടുള്ള ഈ ഇഷ്ടം കൊണ്ട് കുറേ പേര് സാരി ബിസിനസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അവർക്കൊക്കെ സോന കൊടുക്കുന്നൊരു ടിപ്പോ അല്ലെങ്കിൽ ഉപദേശം എന്ന് ഞാൻ പറയുന്നില്ല, എന്തായിരിക്കും അവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് എന്തായിരിക്കും? ഫസ്റ്റ് വൺ, ഇഷ്ടപ്പെട്ട് ചെയ്യുക. നമ്മൾ അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തും കീഴ്പ്പെടുത്താൻ പറ്റുന്നത് പറയുന്ന പോലെയാണ് എന്ത് കാര്യവും. അപ്പോൾ സാരിനോട് ആ ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എടുക്കുന്നതിനൊരു കുഴപ്പമില്ല. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. നമ്മളിപ്പോൾ 2 മാസം 3 മാസമൊക്കെ നമ്മൾ ഇടുമായിരിക്കും, അങ്ങനെ പോവായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക.
പിന്നെ ചെയ്യാനുള്ളത് ഫസ്റ്റ് ഇപ്പോൾ എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് എടുത്തപ്പോൾ വെൻഡറിന് എടുത്ത കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പൈസ കൊടുത്തിട്ട് അവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, പുതിയ ആൾക്കാർ ഇപ്പോൾ ചെറിയ എമൗണ്ട് വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഒരു എമൗണ്ട് പോകുമ്പോൾ തന്നെ അവർക്കത് മൈൻഡിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ വെൻഡേഴ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം 1-2 ക്വാളിറ്റി എടുത്തതിന് ശേഷം മാത്രം അവരുടെ അടുത്ത് പിന്നെ പ്രൊഡക്റ്റ് മേടിക്കുക. പിന്നെ ക്വാളിറ്റി ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. കൊടുക്കുന്ന ക്വാളിറ്റി നല്ലതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ വരും. കൊടുക്കുന്ന ക്വാളിറ്റി ശ്രദ്ധിക്കുക, വെൻഡറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരാൾക്ക് പിന്നെ കസ്റ്റമർ സർവീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ പേജസ് അല്ലെങ്കിൽ കുറേ ഷോപ്പിനെ കുറിച്ച് കംപ്ലയിൻറ്റ്സ് കാണുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് അവരുടെ ഉള്ളിലേക്ക് എന്താണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ എളുപ്പമായിരിക്കാം, മേ ബി അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര വരുന്നുണ്ടാവും, മേ ബി അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. പക്ഷേ ഓൺലൈൻ പേജിന് ഇപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം കസ്റ്റമേഴ്സിനോട് എന്ത് ചെയ്യുക, ഇപ്പം ഒരു സാരി ഡിലേ ആയി കഴിഞ്ഞാൽ അത് അവരുടെ അടുത്ത് പറയുക, നേരത്തെ പറയുക, അത് വരും എത്തും, ഒന്ന് സമാധാനിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ അവർക്കൊന്ന് വാട്സപ്പിലൊന്ന് മെസ്സേജ് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് കൊടുത്താൽ തന്നെ അവർ ഓക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു 3-4 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കാനുള്ളത്. ഈ സാരി ബിസിനസ് ചെയ്യാൻ ഒരുപാട് സ്റ്റോക്ക് ആദ്യം നമ്മളിങ്ങനെ എടുത്തു വെക്കുമല്ലോ. ചിലപ്പോൾ നമുക്കിത് സെയിലായി പോകണമെന്നും ഉണ്ടാവില്ല. ഒരുപാട് ബൾക്ക് സ്റ്റോക്ക് നമുക്ക് ഇങ്ങനെ വന്ന് കിടക്കുമല്ലോ. ശരിക്കും അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണത്? അങ്ങനത്തെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അധികം ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ഇറക്കരുത് എന്ന് തന്നെയാണ്. അധികം സ്റ്റോക്ക് ഇറക്കാണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഇട്ടിന് പോവുകയാണെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യുക. പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് റെഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വെയർ ചെയ്യുന്ന സാരിയുടെ സ്റ്റൈല്, പ്രസന്റ് ചെയ്യുന്ന രീതി വെറുതെ കൈ വെച്ച് കഴിഞ്ഞാൽ ആരും എടുക്കത്തൊന്നുമില്ല. ചില പേജസ് ഞാൻ കാണാറുണ്ട് അങ്ങനെ ലൈക്ക് ചുമ്മാ ജസ്റ്റ് ഷോ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റ് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് അത് ഉടുത്ത് തന്നെ കാണണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഡെഡ് സ്റ്റോക്ക് വരാണ്ടിരിക്കാനുള്ള ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഇറക്കി നോക്കുക, എന്നിട്ടത് പോകുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഇറക്കുക, അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുക്കുക. ചിലർ ഇനി ഞങ്ങളടുത്ത് 3 ഐറ്റേ ഉള്ളൂ, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എന്ന് പറയും. അവരത് ഷോക്കേസ് ചെയ്ത് വേറെ ഇത് കാണിക്കുന്നുണ്ടാവും. ചിലർ ഇങ്ങനെ എന്നോടൊരു ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. വേറെ ഇത് കാണിച്ച സാരി പിന്നീട് നമുക്ക് വീണ്ടും റിട്ടേൺ അവർക്ക് ചെയ്തു എന്ന്. അത് ചിലർ ഇപ്പം നമ്മളിപ്പം ഒരു സാരി ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഇപ്പം നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി പ്രത്യേകം എങ്ങനെയാ ഒരു സാരി മാറ്റി വെക്കുമോ? നിങ്ങൾ എങ്ങനെയാണോ? ഡെഫിനറ്റ്ലി ഫോട്ടോഷൂട്ട്. കാരണം ബ്ലൗസ് എന്തായാലും അതിനുവേണ്ടി സ്റ്റിച്ച് ചെയ്യും. അപ്പം നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കുക. അത് പിന്നെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അത് പിന്നെ അങ്ങനെ നമ്മൾ ഉടുത്ത സാരി ഒരിക്കലും വേറെ ആൾക്ക് നമ്മളത് കൊടുക്കില്ല. അതൊരു ബാഡായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. പിന്നെ അത് മടക്ക് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അതിനൊരു മടക്കുണ്ടാവും. അപ്പൊ അത് ഉടുത്തിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആൾക്കാർക്ക് അത് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ. പിന്നെ എല്ലാ സാരിക്കും ബ്ലൗസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ഉടുത്ത സാരി ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ഒരു സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാന്ന് പറയും. ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകും, ഇത് ക്യാരി ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്തായിരിക്കും? നമ്മൾ ആദ്യമേ പറഞ്ഞ ഇത് തന്നെയാണ് പോയിന്റ് തന്നെ. അവർ അങ്ങനെ കൊടുക്കാനുള്ളവർക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഫാബ്രിക് എടുക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് എടുക്കാൻ നോക്കുക. ഫസ്റ്റ് തിങ് ആദ്യം അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ബോഡി ഫിഗർ, അത് ഞാൻ പറഞ്ഞാൽ ആദ്യം നമ്മുടെ ശരീരം നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കുക. ദെൻ നമ്മൾ ഫാബ്രിക്കുകൾ ശ്രദ്ധിക്കുക, എടുക്കുന്ന ഫാബ്രിക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലൗസ് ഡിസൈൻ. ഒരിക്കലും പോയിട്ട് ആദ്യമേ ബ്ലൗസ് ഇത് കൊള്ളാം, ചില സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ പോയി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീനൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല അവർ ഇട്ട് കഴിയുമ്പോൾ. അതൊക്കെ അവരുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ടും താഴത്തേക്ക് ആക്കത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ബ്ലൗസ് ഡിസൈൻസ് സെലക്ട് ചെയ്യേണ്ടത് രീതികൾ, ഫാബ്രിക് എടുക്കേണ്ട രീതികൾ, ഏറ്റവും കംഫർട്ടബിൾ നമ്മുടെ ബോഡിക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അവിടെ ഇവിടെയൊന്നും ചുമ്മാ വലിച്ചു വരി സാരി എടുക്കുകയാണ്. ചിലർക്ക് വലിച്ചു വരി സാരി എടുത്താൽ ഭയങ്കര ഭംഗിയാണ്, ചുമ്മാ ഇട്ടാലും ഭംഗിയാണ്. ചില ആൾക്കാർ അത് ഇപ്പോൾ ഫസ്റ്റ് ടൈം ഉടുക്കുന്ന ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി പിന്നൊക്കെ കുത്തി. ഞാനൊക്കെ ആദ്യം സാരി എടുത്തത് 10-15 പിന്നെ അവിടെ ഇവിടെ കുത്തിയിട്ട് ഇപ്പം ഒറ്റ പിന്ന് കുത്തിയിട്ട് സാരി എടുക്കാനായിട്ട് അതുകൊണ്ട് ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന പോലെ നന്നായിട്ട് പ്ലീറ്റ് എടുത്ത് സാരി പിന്നൊക്കെ കുത്തി കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ 4 ആൾക്കാർ വാവുന്നോട് പറഞ്ഞാൽ കോൺഫിഡൻസ് തന്നെ വന്നോളൂ. മനസ്സിലായില്ലേ? വേറെ ആരും പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവുകൊണ്ടല്ല കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട സംഭവമാണ്. ബട്ട് എങ്കിലും അതൊക്കെയാണ് ഓവർകം ചെയ്യാൻ എനിക്ക് തരാനുള്ള ടിപ്പ് എന്ന് പറയാനുള്ളത്. ഇപ്പം ഈ ബ്ലൗസ് ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഓവർ ക്ലീവേജ് ഒക്കെ ഒരുപാടുള്ള ചിലർക്കത് ഭയങ്കര കംഫർട്ട് ആയിരിക്കത്തില്ല. ചിലരത് സ്റ്റൈൽ ചെയ്യുന്ന ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യും. ഈ ബ്ലൗസ് ഡിസൈൻസിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സാരിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബ്ലൗസ് ഡിസൈൻ. സാരീനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഡിസൈൻ. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ സാരി ആയിക്കോട്ടെ, 2 ലക്ഷം രൂപയുടെ സാരി ആയിക്കോട്ടെ, 5000 രൂപയുടെ സാരി ആയിക്കോട്ടെ, 1000 രൂപയുടെ സാരി ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ആ സാരിയുടെ ബ്ലൗസ് പോയി
അതങ്ങനെയാണ്. ബ്ലൗസ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടുന്നോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആം ഹോളാണ്. ഞാൻ ചില വീഡിയോസൊക്കെ കാണും സാരി ഭയങ്കര ഭംഗിയായിരിക്കും, പക്ഷെ അവിടെ ആം ഹോള് വന്നിട്ട് ലൂസായിട്ട് കിടക്കുമ്പോഴൊക്കെ ആ സാരിയുടെ ഭംഗി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ബ്ലൗസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അറിയുന്ന ടൈലറിനെ കൊണ്ട് തന്നെ ഇപ്പം റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ പോലും സ്റ്റിച്ച് ചെയ്യുന്ന പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യും. ഇപ്പം റെഡിമെയ്ഡ് ബ്ലൗസിന് പോലും ആ പെർഫെക്ഷൻ കിട്ടി കണ്ടിട്ടില്ല. അവരൊരു ഒറ്റ ഇതാക്കിയിട്ടും കട്ട് ചെയ്ത് ചെയ്യുമായിരുന്നു. അപ്പം നമ്മുടെ ബോഡിക്ക് അവർ വേറെ ആൾക്കാർക്ക് ഇപ്പം ഇന്റർനാഷണൽ ക്ലയൻസിന് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരൊക്കെ റെഡിമെയ്ഡ് എടുക്കാറുള്ളൂ കൂടുതലും. ഞാൻ മാക്സിമം പറയും ഇന്റർനാഷണൽ ക്ലയൻസിൻ്റെ അടുത്ത് ഓണമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഏപ്രിൽ തൊട്ടേ പരിപാടി തുടങ്ങിക്കോ, എന്നാലും നിങ്ങൾക്ക് ആ ഒരു സമയം ഏറ്റവും സുന്ദരിയായിട്ട് സാരി കൊടുത്ത് ബ്ലൗസ് ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ബ്ലൗസ് സ്റ്റിച്ചിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സാരിയുടെ കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുക്കുക. ഇപ്പം പല പല ചെക്കിലൊക്കെ ജാമൃത് പറഞ്ഞാൽ ചെക്കിലൊക്കെ ഒത്തിരി ബ്ലൗസ് പാറ്റേൺസ് വരാറുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഐഡിയയിലൊക്കെ കുറെ ബ്ലൗസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പിൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതെ, ചെറുപ്പത്തിലെ കാലത്തൊക്കെ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുള്ള റൗണ്ട് നെക്ക് അല്ലേ, നമ്മൾ സ്ക്വയർ നെക്ക്. ഇപ്പം പഴയ കാലത്തെ ആ ഒരു സ്റ്റൈല് ബ്ലൗസിലേക്ക് ഇപ്പം വരുന്നുണ്ട്. പഴയ കാലം വരുന്നുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലിംഗ് ഒക്കെ ഇപ്പം തിരിച്ചു വരുന്നുണ്ട്. അതെ അതെ. പിന്നെ ബ്ലൗസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് എനിക്കിപ്പോൾ സ്ലീവ്ലെസ് ഹോൾട്ടറിനൊക്കെ എനിക്ക് ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ചേരുണ്ടാവില്ലായിരിക്കും. എനിക്ക് എൽബോഡ് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഒത്തിരി വണ്ണം ഉള്ളത് തോന്നാറുണ്ട്. ഹൈനക്ക് വെച്ച് എൽബോഡ് വരെ വരുമ്പോൾ ചിലപ്പോൾ വണ്ണം തോന്നിക്കുക. അപ്പൊ അതൊക്കെ ഈ ബ്ലൗസ് ഡിസൈൻസിൽ വരുന്ന ഒരു അപ്പം അതായത് പറഞ്ഞ ആദ്യം നമ്മൾ നമ്മുടെ ബോഡിനെ അറിഞ്ഞ് ബ്ലൗസ് ഡിസൈൻ ആണെങ്കിൽ പോലും അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഈ ഹോൾട്ടർ നെക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് എങ്ങനത്തെ ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർക്കായിരിക്കും ഈ ഹോൾട്ടർ നെക്ക് ബ്ലൗസ് ഒക്കെ നന്നായിട്ട് സ്യൂട്ട് ആവും? ഷോൾഡറിന് വിരിവുള്ള ആൾക്കാർക്കൊക്കെ ഹോൾട്ടർ നെക്ക് പോകും. അതന്നെ വി നെക്ക്, ബ്രൗൺ നെക്ക്, ഇതൊക്കെ എങ്ങനത്തെ ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുക? ബാക്കിലെ വിരിവൊക്കെ നമുക്ക് ഒത്തിരി ഇങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓവർ ആയിട്ടുള്ള ഇങ്ങനെ റൗണ്ട് നെക്ക് ഒന്നും കൊള്ളത്തില്ല. അപ്പൊ ഒന്നും കൂടെ അതൊരു പരപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് വണ്ണം ഉള്ളവർക്ക്, അത്യാവശ്യം ബോഡി ഉള്ളവർക്കൊക്കെ ഹോൾട്ടർ നെക്കീസ് ഓക്കെയാണ്, ഒന്നുകൂടെ മെലിഞ്ഞായിട്ടൊക്കെ തോന്നാറുണ്ട്. ചില ആൾക്കാർക്ക് പിന്നെ ഒത്തിരി വണ്ണം ഉണ്ടെങ്കിൽ ഈ എൽബോയുടെ താഴെ കൊണ്ടുപോയിട്ട് സ്ലീവ് ഇവിടം വരെ ആക്കാം. എനിക്കിപ്പോൾ ഞാൻ ഈ റീസെന്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടല്ലേ, എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാർ അത് റെഫർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേജ് കയറുന്നത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി സാരിനേക്കാളും കൂടുതൽ ഞാൻ നിങ്ങളുടെ ബ്ലൗസിന്റെ ഡിസൈൻസ് കണ്ടിട്ട് ഞാൻ കയറാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലും ബ്ലൗസ് ഡിസൈൻസിൽ കുറേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കൈക്ക് വണ്ണം ഉള്ളവരുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ ഷോൾഡർ ഭയങ്കര വിരിവുള്ളവർക്ക് ഈ പറഞ്ഞ ഹോൾട്ടർ നെക്ക് എന്ന് പറയുന്നത്, കൈക്ക് ഭയങ്കര വണ്ണമുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ബ്ലൗസ് ഒക്കെ ആയിരിക്കും ചേരുക? അത് ഡിപ്പെൻസ്. ഈ ഷോൾഡറിന്റെ വിരിവും ഇതൊക്കെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് ഇത്ര എൽബോയുടെ താഴെ കൈ വന്നിട്ട് റൗണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. മറ്റേ ഈ നെക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബോട്ടിനൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതും ഒത്തിരി വണ്ണം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഡീപ്പ് വി നെക്ക് ഉള്ള, പിന്നെ ഇത്തിരി വണ്ണമുള്ളവർക്ക് ഈ കുഴപ്പമില്ല കേട്ടോ. ക്ലീവേജ് കാണിച്ചിട്ട് ചിലരൊക്കെ നല്ല ഭയങ്കര ഭംഗിയായിട്ട് തോന്നാറുണ്ട് വണ്ണമുള്ളവർ. വിദ്യാ ബാലന്റെ മോസ്റ്റ്ലി സാരി സ്റ്റൈലിംഗും വി നെക്ക് ബ്ലൗസിലാണ് പോകാറുള്ളത്. അതെ, വി നെക്കാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. കുറച്ചും കൂടെ സ്ലിം ആയിട്ടും കൂടെ ഫീൽ ചെയ്യും. സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ, കുറച്ച് ഒതുക്കത്തിൽ ഫീൽ ചെയ്യും. അതെ, ബ്ലൗസ് എടുക്കുന്ന കളറിലും ബ്ലൗസിന്റെ ഡിസൈൻസിലും നമുക്കത് തോന്നിക്കും, വണ്ണം കുറച്ചായിട്ട് നമുക്ക് തോന്നിക്കും. ഓവർ പ്രിന്റ് ഒക്കെ ഉള്ളതിൽ ഓവർ പ്രിന്റും വീനക്കും ആണെന്നുണ്ടെങ്കിൽ അത് ഓരോ ബോഡി അനുസരിച്ചിരിക്കും. ഇപ്പോൾ വണ്ണം കുറഞ്ഞവർക്കൊക്കെയാണ് ഓവർ പ്രിന്റ് വന്നാൽ വലിയ കുഴപ്പമില്ല. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ബ്ലൗസിലൊക്കെ ഓവർ പ്രിന്റ് ഒന്നും കൂടെ വണ്ണം തോന്നിക്കത്തേ ഉള്ളൂ. വലിയ ഡിസൈൻസ് വരുമ്പോൾ വണ്ണം തോന്നിക്കത്തേ ഉള്ളൂ. സാരിയിൽ ഭയങ്കര കാണുമ്പോൾ തന്നെ നമുക്ക് ഓ മൈ ഗോഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാൻ നമുക്ക് എന്നെ കമന്റ് ചെയ്യാൻ തോന്നുന്ന പോലെ അങ്ങനെ തോന്നുന്ന ഒരു 5 പേരെ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെലിബ്രിറ്റീസ് ആവാം, ആരാണെങ്കിലും സോനയുടെ മനസ്സിൽ വരുന്ന ആ ഒരു 5 പേരായിരിക്കും. കുറെ ടീച്ചേഴ്സിനെ പറയാണ്ട്, പക്ഷെ അതുവരെ ആർക്കും അറിയില്ലല്ലോ. കാരണം ടീച്ചേഴ്സ് സാരി കൊടുത്താണല്ലോ അതൊരു വേറെ തന്നെ ഭംഗിയല്ലേ, ഭയങ്കര ഭംഗിയാണ്. ചില ടീച്ചേഴ്സ് നമ്മള് സ്കൂളിൽ പോകുന്നതിന് ആ ടീച്ചറുടെ സാരി ഓർണമെന്റ്സ് ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ട് വരുന്നത് കാണാൻ വേണ്ടിട്ട് നമ്മള് പോകുന്നവരുണ്ട്. സാരി അവര് നെയിൽ പോളിഷ് വരെ മാറ്റി. നമ്മള് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് ആളുടെ സാരി ഡ്രേപ്പിങ്ങും ജ്വല്ലറിയും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ സാരി ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ ആരാധന തോന്നി പോകുന്ന കുറേ പേരുണ്ട്. നയൻതാരയുടെ സാരി സ്റ്റൈലിങ് നല്ല ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ ബോൾഡ് ആൻഡ് ഭയങ്കര ബ്യൂട്ടിയാണ്, സ്റ്റൈലിംഗ് ആണ്. എസ്പെഷ്യലി അത് സ്റ്റൈൽ ചെയ്യുന്ന രീതിയാണ്. നയൻതാര എന്ത് ഡ്രസ് ഇട്ടാലും അതിനൊരു പ്രത്യേകത അവളത് കൊണ്ടുവരാറുണ്ട്, പുള്ളിക്കാരുടെ സ്റ്റൈലിംഗ് കൊണ്ടുവരാറുണ്ട്. പിന്നെ നൈലൗഷയുടെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും, പക്ഷെ നൈലൗഷ എങ്ങനെ ഇട്ടാലും ഭംഗിയാന്നുള്ളതാണ്, നല്ല രസമുണ്ട്. പിന്നെ ഉള്ളത് മഞ്ജു വാര്യറിന്റെ സാരി ഹോൾഡ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളിക്കാരി ഇത് കൊണ്ട് ബ്ലൗസ് സ്റ്റിച്ചിങ്, ആ ബ്ലൗസിന്റെ
പെയർ ചെയ്യുന്ന സംഭവം എല്ലാം അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്യുന്നത്. ഇടയ്ക്ക് സോന ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, സരിക്ക് മഞ്ജുവിന്റെ സ്റ്റൈലിസ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ നമുക്ക് കൊണ്ടുവന്നത്, പിന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് നിഷ നാരായണൻ. അധികം അറിയായിരിക്കും, റെഡ് എഫ് എമ്മിന്റെ CEO ആണ്. അത് കൃഷ്ണ എന്ന് പറയുന്ന എനിക്ക് അറിയുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പുള്ളിക്കാരിയുടെ ഒരു ആരാധന പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ബ്ലൗസും പുള്ളിക്കാരുടെ സാരീസ് എല്ലാം ഭയങ്കര എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുമല്ലോ, യൂണിക്കായിട്ട് എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവുമല്ലോ. പുള്ളിക്കാരുടെ ഇഷ്ടമാണ്. പിന്നെ ശോഭിതയുടെ നന്നായിട്ടാണ്, പുള്ളിക്കാരുടെ ബോഡി ഭയങ്കര അടിപൊളിയാണ്, അതുപോലെ തന്നെ സാരി നന്നായി ചെയ്യുന്നത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സെലിബ്രിറ്റീസിലേക്ക് വരാൻ നേരത്തെ ആരായിരിക്കും പറയാനുണ്ടാവുക? അനശ്വരയുടെ നന്നായിട്ട് സാരികൾ ചെയ്യാറുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അപർണ ഇല്ല, നമ്മുടെ ജീവയുടെ വൈഫ്, പുള്ളിക്കാരി ചിലപ്പോൾ സാരിയില്ല, ചില സാരീസിലൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അത് അപർണയുടെയൊക്കെ സാരി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം ഓണത്തിന് അതൊക്കെ കോപ്പി അടിക്കുന്നുണ്ട് ഇച്ചിരിയൊക്കെ. ആ ലുക്ക് റീക്രിയേറ്റ് ചെയ്യണം, ചിലർ ലുക്ക് റീക്രിയേഷൻ ചെയ്യണം. എനിക്ക് വേറൊരാൾ എനിക്ക് പൂർണിമ ഇന്ദ്രജിത്ത്. പൂർണിമയുടെ ആള് സാരി ക്യാരി ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സാരി കൊടുത്താൽ തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആൻഡ് ബോൾഡ് ആയിട്ടാണ്. ഒന്നാമത് ഷീസ് ബോൾഡർ, പിന്നെ സാരിയോട് കൊടുക്കും വേറെ പവറാണ്. അതെ. ആള് ഭയങ്കര വെസ്റ്റേൺ ജ്വല്ലറീസ് ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ടാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന്റെ ഷൂട്ടൊക്കെ എല്ലാത്തിനും കുറച്ച് വെറൈറ്റി ആയിട്ട് ഓൺ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നു. ആളുടെയും സാരി സ്റ്റൈലിങ് എനിക്ക് ഫേവറേറ്റ് ആട്ടോ ആളുടെ. നല്ലതാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ തന്നെ പല സ്റ്റോറിൽ നമ്മൾ കാണുന്നു. അങ്ങനത്തെ കുറേ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിൽ നമുക്ക് ഒരേ ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. ചിലർ അതിനകത്ത് യൂണീക്കായിട്ട് ഓൺ ഡിസൈൻസ് കൊണ്ടുവരുന്ന ആളുകളുണ്ടാവുമല്ലോ. അതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടല്ലോ. ഇപ്പം ഹാൻഡ് പെയിന്റിങ് ചെയ്യുന്നതാണെങ്കിലും അല്ലേ, വേവ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അങ്ങനെ ഓൺ ഡിസൈൻ സാരീസ് അതിന് എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് ശരിക്കും? അതിന് ഭയങ്കര മാർക്കറ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ഇറക്കിയ പ്രൊഡക്റ്റ് ഇപ്പോഴും റണ്ണിങ്ങിലാണ്. ഇപ്പോഴും അതിന് ആൾക്കാർ ചോദിക്കുന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആയിക്കോട്ടെ, എവിടെ യൂണിക്കായിട്ടുള്ള ഒരു ഐറ്റം ഒരു സംഭവം ഉണ്ടോ അവിടേക്ക് പോകുന്ന ആൾക്കാരാണ്. പണ്ടൊക്കെയാണ് യൂണിഫോം വല്ലടി നമുക്ക് 10 പേർക്ക് ഒരുപാട് സാരി അങ്ങനെ ഉടുക്കുന്നവരുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും എങ്ങനെ എനിക്ക് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ എന്നെ എങ്ങനെ കൂടുതൽ സുന്ദരിയാക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ 10 എടുത്ത് കിട്ടുന്ന സാധനം മേടിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ തന്നെ സാധനമാണെങ്കിൽ അത് നമ്മുടെ തന്നെയായിരിക്കും. അപ്പൊ അത് മേടിക്കാൻ ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മുടെ പേജിലെ ഫോളോവേഴ്സ് കൂടാൻ തന്നെ ഒരു കാരണത്തിൽ ഒന്നാണ് നമ്മുടെ ഓൺ ഡിസൈൻ ഇറക്കിയിട്ട് ഭയങ്കരമായിട്ട് വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഓണത്തിന് ഞാൻ കുറഞ്ഞ ഒരു 10 ഓൺ ഡിസൈൻ, ഒരു 5-6 ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി 4 കൂടെ ഓൺ ദ വേ ആണ്. അത് ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, വീവ് ചെയ്ത് ചെയ്യുന്നുണ്ട്, പല രീതിയും ചെയ്യുന്നുണ്ട്. കാരണം കിട്ടുന്ന ഈ സാധനം ഇവിടെ കിട്ടാനുണ്ടെങ്കിൽ അതിനൊരു വില ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സ്വന്തം ഒരു സാധനമാണെങ്കിൽ അതിനെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഡിസൈനിങ് പഠിച്ച ഒരാളൊന്നും അല്ല. നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, അത് മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്ത് അത് ഭംഗിയായിരിക്കും ഓർത്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത്. കഴിഞ്ഞ വർഷം ഞാനൊരു ബ്ലൂ ഒരു ചെക്കില് ഒരു സാരി ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നോക്കുമ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത സാധനം മിന്ത്രയിൽ കിടക്കുന്നു. നമ്മൾ 2400 കൊടുക്കുന്ന സാധനം 800 കിടക്കുന്നു. അതും അതിന്റെ കോപ്പിയാണ്, പക്ക കോപ്പിയാണ്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമാവും. നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അവിടെ കൊടുത്തിട്ട് വേറെ ആൾക്കാർ അതേപടി കോപ്പി അടിക്കാന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഓൺ ഡിസൈൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേജിനെ അതിന് വെറൈറ്റി ആക്കി മാറ്റാൻ പറ്റും. നമുക്ക് തന്നെ ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് അവരുടെ പ്രൊഡക്റ്റ് ആണ്, അതുപോലെ നമുക്കൊരു അഭിമാനം, ഇത് അവരുടെ സാധനമാണ്, ഇത് അവരുടെയാണ്, അവരുടെ ഓൺ സിഗ്നേച്ചർ ആണ്. ഇപ്പൊ പൂർണ്ണിമയാണ് എന്തുകൊണ്ട് അത് പറയുന്നതിന്റെ കാരണം, ഡെഫിനറ്റ്ലി അത് അവരുടെ പ്രൊഡക്റ്റ് ആണ്, നമുക്ക് അറിയാൻ പറ്റും. ഒറ്റ നോട്ടിൽ അറിയാൻ പറ്റും അവരുടെ ആണെന്നുണ്ട്. അത് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പൊ അങ്ങനെ ആവാനാണ് സാരിക്കിനും താല്പര്യം. സാരി സ്റ്റൈലിങ്ങിലേക്ക് വരാൻ നേരത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്ത് ചെയ്യുന്നൊരു കാര്യം, ഇത് വേണ്ട, ഇത് കുഴപ്പമില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ആയിരിക്കില്ല, പക്ഷെ ആളുകളത് ഇഗ്നോർ ചെയ്ത് അങ്ങ് സാരി ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യം എന്തായിരിക്കും? അത് സാരി ഉടുക്കാൻ അറിയാത്തവരുണ്ടാവില്ല. ഡ്രേപ്പിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുറെ പേർക്ക് തോന്നാറുണ്ട്. അതാണ് കൂടുതൽ ഇഗ്നോർ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. പിന്നെ ഈ ചിലർക്ക് അൺകംഫർട്ട് ആയിരിക്കും എന്തൊക്കെ പറഞ്ഞാലും, ഈ ഉടുത്ത് നിൽക്കുക, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അവർക്ക് അതൊരു അൺകംഫർട്ട് ആയതുകൊണ്ട് അവർ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യാറുണ്ടാവും. മനസ്സിലായില്ലേ? ചിലർക്ക് ജീൻസ് ഒക്കെ തന്നെ ഇട്ട് നല്ല പരിചയമുള്ള ആൾക്കാർക്ക് അതായിരിക്കും ഭയങ്കര കംഫർട്ട്. ഇപ്പം പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ സാരി എടുക്കേണ്ടി വന്നാൽ അവരൊട്ടും കംഫർട്ട് ആയിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും അവരത് ഇഗ്നോർ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. സാരീനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരത്തില്ല. നമുക്ക് ഒരു എപ്പിസോഡ് 2 എപ്പിസോഡ് ഒരുപാട് എപ്പിസോഡ്സ് വേണ്ടി വരും. കുറെ ഇൻഫർമേഷൻ ഞാൻ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളൊന്നും അല്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ എനിക്ക്
എൻ്റെ ഷെയർ ഷെയർ ചെയ്യാനായിട്ട് പറ്റി. കുറേ കാര്യങ്ങൾ, അത്യാവശ്യം കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന വിശ്വാസം. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഭാവിയിലും നമ്മൾ സ്റ്റൈലവരും സരിക്കുമായിട്ടും ഒരുപാട് വർക്ക്സ് ഇനിയും വരട്ടെ. എനിവേസ് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് സോന. താങ്ക് യു. താങ്ക് യു.